ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇങ്ങനെ വചനധ്യാനത്തിനായി കർത്താവ് നമുക്ക് ഈ അവസരം ഒരുക്കി തന്നിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളാണിത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും, അതായത് ഈ ലോകത്തിലെ ജീവിതത്തിൽ അധ്വാനമുണ്ട്, ഭാരമുണ്ട്. അത് രണ്ട് വിധത്തിലാണെന്ന് പറയാം. ശരീരത്തിൻ്റെ അധ്വാനവും കഷ്ടപ്പാടും, അതുപോലെ തന്നെ ഭാരം, അതായത് പാപഭാരം ചുമക്കുന്നവർ. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ ആ തിരിച്ചറിവുള്ളവർക്ക് ആ പാപം ഒരു വലിയ ഭാരമാണ്. അതായത് പാപത്തിൽ ആണ് താൻ ജീവിക്കുന്നത് എന്ന ഒരു ബോധമുണ്ടാകണമെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ ചിന്തയുണ്ടാകുന്നത്. അപ്പോൾ ഇനി എങ്ങനെ ഈ പാപത്തിൽ നിന്നും വിടുതൽ വേണം എന്നൊരു ചിന്ത. അപ്പോൾ പഴയ നിയമ കാലത്താണെങ്കിൽ ഏകദേശം 613 നിയമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ അനുസരിക്കണം. ഏതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിൽ നിന്നും വീണുപോയി എന്നുള്ള ഒരു കാര്യം കൂടെ, ഒരു വാസ്തവമായിട്ടുള്ള കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ മനുഷ്യന് തന്നെ വിശുദ്ധീകരിച്ച് സൂക്ഷിക്കുവാൻ മനുഷ്യൻ വളരെ ഭാരപ്പെട്ടിരുന്ന ഒരു സമയമാണത്. അപ്പോൾ കർത്താവ് എന്തിനാണ് വന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് 1 തീമോഥെയോസ് 1:15 പറയുന്നത് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അതായത് കർത്താവ് വന്നത് തന്നെ എന്തിനാണ്? പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിൽ വന്നത്. അപ്പോൾ ഈ പാപഭാരം കൊണ്ട് മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം കർത്താവിനറിയാമായിരുന്നു. അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം തനിക്ക് തരേണ്ടി ഇരുന്നു. അതായത് അതിനൊരുക്കത്തോടു കൂടെയാണ് കർത്താവ് വന്നത്. കാരണം ഈ നിയമങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ മനുഷ്യൻ വളരെയധികം ബുദ്ധിമുട്ടി, ഭാരപ്പെട്ടു. എങ്കിൽ തന്നെയും വീണ്ടും കുറ്റബോധം അവശേഷിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. എല്ലാ വർഷവും അതിനു വേണ്ടിയിട്ട് പാപപരിഹാര യാഗം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ പാപത്തിൽ നിന്നും കർത്താവ് മനുഷ്യരെ വിടുവിക്കാനായിട്ടാണ് കർത്താവ് വന്നത്. അപ്പോൾ ഈ കർത്താവ് ഒരു ആഹ്വാനം ചെയ്യുകയാണ്. ആർക്കാ? യഹൂദന്മാർക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും. എങ്ങനെയുള്ളവരാണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീനെന്നാണ് പറയുന്നത്. ആരൊക്കെ പാപഭാരത്താൽ ഞരങ്ങുന്നു അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ കർത്താവ് എന്താണ് ചെയ്തത്? കാൽവറിയിൽ തന്നെ യാഗമാക്കി തീർത്തു. ആ കാൽവറി യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവരും കൃപയാലെ രക്ഷിക്കപ്പെടുമെന്നുള്ള ആ വലിയ സത്യം മനസ്സിലാക്കാനായിട്ട് കർത്താവ് പറഞ്ഞ ഒരു വാക്യം കൂടെയാണിത്. അധ്വാനിക്കുന്നവർ, അതായത് നിങ്ങളുടെ പാപഭാരം കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നു, എൻ്റെ അടുക്കൽ വരുവീൻ, എന്നിൽ വിശ്വസിപ്പീൻ, നിങ്ങളുടെ സകല ഭാരവും ഞാൻ വഹിക്കും. അപ്പോൾ തന്നെ പറയുന്നത് എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അതായത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ ആ നുകത്തിൻ കീഴിൽ വരണം.
അപ്പോൾ കർത്താവും കൂടെയാണ് നമ്മുടെ ഭാരം ഏറ്റെടുക്കുന്നത്. അതായത് നാം തനിയെ നമ്മുടെ ഭാരം എടുത്ത് നാം വിഷമിക്കേണ്ട, കർത്താവ് അവിടെയുണ്ട്. നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാനും കൂടെ നിങ്ങളുടെ കഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരാനായിട്ട് ഞാനിവിടെയുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 41:10 നാം വായിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര അതിമഹത്തായ ഒരു ആഹ്വാനമാണ് കർത്താവ് ജനങ്ങൾക്ക് തരുന്നത്. ആര് കർത്താവിൻ്റെ അടുത്ത് ചെന്നാലും അവർക്ക് കർത്താവ് ആശ്വാസമായിരിക്കും, അവരുടെ ബലമായിരിക്കും, അവരുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരമായിരിക്കും. ഇത്രയും വലിയ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കർത്താവിൻ്റെ ആ വലിയ രക്ഷയിലേക്ക് കടന്നു വരാനായിട്ടാണ് കർത്താവ് നമ്മേവരെയും ആഹ്വാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ കൃപയ്ക്ക് ഉള്ളിൽ മറഞ്ഞിരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇങ്ങനെ തന്നിരിക്കുന്ന വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.